മുഖം മനസ്സിന്റെ കണ്ണാടിയാണ്. അത് പറയുന്ന സമയത്ത് നമ്മൾക്ക് എങ്ങനെ മുഖത്തിനെ കുറച്ചും കൂടി ഭംഗിയാക്കാം എന്ന് എല്ലാവർക്കും ആഗ്രഹമുള്ളതാണ്. അതിന് എപ്പോഴും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. പലപ്പോഴും ചെറിയ കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് മുഖത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും. ഞാൻ ഡോക്ടർ സന്ദീപ് വിജയരാഘവൻ, അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കൊച്ചിയുടെ പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ഡോക്ടറാണ്. ഒരു ആൾക്ക് മുഖത്തിന്റെ ആകൃതി ഇംപ്രൂവ് ചെയ്യണം എന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ എന്താണെന്ന് നമ്മൾ ആദ്യം പഠിക്കണം. പഠിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഫോട്ടോസ് എടുക്കുക, എന്നിട്ട് അതിന് വേണ്ടിയിട്ട് കുറെ കണക്കുകളുണ്ട്. കണക്കുകളൊക്കെ വെച്ചിട്ട് നമുക്കൊരു ഐഡിയ കിട്ടും. പിന്നെ ആ പെർട്ടിക്കുലർ ആൾക്ക് എന്തൊക്കെയാണ് അവരുടെ മനസ്സിലുള്ളത് അതും കൂടി നമുക്കറിയാം. എന്നിട്ട് ആ സജഷൻസ് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകാറുള്ളത്. പലപ്പോഴും നമുക്ക് വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ചെറിയ കാര്യങ്ങൾ ചെയ്തു വെച്ചാൽ നമ്മുടെ വയസ്സ് ഒത്തിരി കുറയ്ക്കാൻ സാധിക്കും. ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മുഖത്തിന് ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്. ഇപ്പോഴും കാലാകാലമായിട്ട് നിൽക്കണമെന്നില്ല, പക്ഷെ 1-2 വർഷങ്ങൾ നിന്ന് അത് കഴിഞ്ഞിട്ട് ചെറിയ അഡ്ജസ്റ്റ്മെന്റ്സ് പിന്നീട് ചിലപ്പോൾ ചെയ്യേണ്ടി വന്നേക്കും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. ഇതിന് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് ടോക്സിൻസ്, രണ്ടാമത് ഫില്ലേഴ്സ്. ടോക്സിൻസ് എന്ന് പറഞ്ഞാൽ ബോട്ടിലിനും ടോക്സിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ടോക്സിൻ ആണ്. ബോണ്ട എ എന്നാണ് അതിന്റെ ആക്ച്വൽ പേര്. ഈ ടോക്സിൻ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാലത്തേക്ക് ടെമ്പററി ആയിട്ട് ആ മസിൽസിന്റെ ചലനം നിന്നു പോകും. ആ ചലനം നിന്നു പോകുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല ചുളിവുകളും നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകും. സാധാരണയായിട്ട് നമ്മുടെ നെറ്റിയിലെ ചുളിവുകളാണ് നമ്മൾ എടുക്കാറുള്ളത്. പിന്നെ അതുകൂടാതെ നമ്മുടെ കണ്ണിന്റെ സൈഡിലുള്ള ക്രോസ് ഫീറ്റ് എന്ന് പറയുന്ന ചുളിവുകൾ നമുക്ക് എടുക്കാം. ചില ആൾക്കാർ കാണുന്ന സമയത്ത് തന്നെ ഒരു അഗ്രസീവ് ലുക്ക് ആയിരിക്കും, എപ്പോഴും ഒരു ദേഷ്യം, ഒരു ടെൻഷൻ, അങ്ങനത്തെ ഒരു ലുക്ക് ആയിരിക്കും. അത് എങ്ങനെയാണ് പ്രതിഫലിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ കണ്ണിന്റെ ഇടയിലത്തെ ഭാഗത്ത് ലൈൻസ് ഉണ്ടായിരിക്കും. ആ ലൈൻസിനെയാണ് ഫ്രൗൺ ലൈൻസ് എന്ന് പറയുന്നത്. ആ ലൈൻസിനെ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാം. യൂഷ്വലി ബോട്ടോക്സ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെതായിട്ട് ഒരു സിസ്റ്റം ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്രയും യൂണിറ്റ്സ് ആണെന്നുള്ള ഈ ബോട്ടിലിനും ടോക്സിൻ ഇഞ്ചെക്ട് ചെയ്യാറുള്ളത്. അത് പ്രോപ്പറായിട്ട് ഇഞ്ചെക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കണ്ണിന്റെ സൈസ് നമുക്ക് കൂട്ടാൻ പറ്റും. ഈ പറഞ്ഞ ലൈൻസ് കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റും. നമ്മുടെ ഐബ്രോ ഉണ്ട്, ഐബ്രോ ആണുങ്ങൾക്ക് വേറെ ഷേപ്പാണ്, സ്ത്രീകൾക്ക് വേറെ ഷേപ്പാണ്. ആ ഷേപ്പ് നമുക്ക് കുറെ കൂടി എൻഹാൻസ് ചെയ്യാൻ പറ്റും. സ്ത്രീകൾക്ക് നടുവ് ഭാഗത്ത് ഒരു 2/3 ഭാഗത്ത് അത് മെല്ലെ ഗ്രാജുവലി പൊങ്ങി വന്ന് പിന്നീട് പീക്കെത്തി ലാറ്ററൽ സൈഡിലത്തെ 1/3 ഭാഗത്ത് ചെറുതായിട്ട് താഴത്തോട്ട് വരുന്നതാണ് ഐഡിയൽ ആകൃതി. ആ ആകൃതിയിലൂടെയൊക്കെ നമുക്ക് ഈ ബോട്ടിലിൽ ടോക്സിൻസ് വെച്ചിട്ട് നമുക്ക് ഐബ്രോസിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അടുത്തത് വരുന്നത് ഫില്ലേഴ്സ് ആണ്. ഫില്ലേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ പല രീതിയിലത്തെ ഫില്ലേഴ്സ് ഉണ്ട്. ഇതെല്ലാം ഹൈലൂറോണിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ്. അത് ശരീരത്തിൽ തന്നെ ഉള്ള ഒരു സാധനമാണ്. അതിന്റെ ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ ഹൈലൂറോണിക് ആസിഡ് പല കൺസിസ്റ്റൻസിയിൽ നമുക്ക് ആക്കാൻ പറ്റും. അത് ആർട്ടിഫിഷ്യലി ആക്കുന്നതാണ്. ആ കൺസിസ്റ്റൻസി ചേഞ്ചസ് വരുന്ന സമയത്ത് ചിലത് വളരെ ലൂസ് ആയിരിക്കും, ചിലത് കുറച്ചും കൂടി കൂടുതൽ തിക്നെസ് ആയിരിക്കും, ചിലത് കുറെ കൂടി തിക്നെസ് ആയിരിക്കും, ചിലത് എലാസ്റ്റിക് ആയിരിക്കും, ചിലതിന് പ്രൊജക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറൊക്കെ ഉണ്ടായിരിക്കും. ഈ സംഗതികളെല്ലാം ഓരോ സ്ഥലത്തും ഓരോ ടൈപ്പ് ഫില്ലേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സാധാരണ ഫില്ലേഴ്സിന് നമുക്ക് ചെയ്യാവുന്നത്, സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യം എന്ന് ചോദിച്ചാൽ നമ്മൾക്ക് ഒരു ഫേഷ്യൽ ചെയ്താൽ എങ്ങനെയുണ്ടാവും, അത് ആ ഒരു എഫക്റ്റ് നമുക്ക് ഒരു നെക്സ്റ്റ് 9 monthsന് ആ ഫില്ലേഴ്സ് യൂസ് ചെയ്തെന്ന് വെച്ചാൽ ഉണ്ടാവും. അത് സിമ്പിൾ സ്കിൻ ഹൈഡ്രേഷനെ ഇംപ്രൂവ് ചെയ്യുന്ന ഫില്ലേഴ്സ് ആണ്. അത് നമ്മൾ ഒരിക്കലും ഇഞ്ചെക്ട് ചെയ്തെന്ന് ചോദിച്ചാൽ യൂഷ്വലി ഒരു 9 monthsന് എപ്പോഴും മുഖം നല്ല തുടിച്ച് നന്നായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും. അതൊരു ടൈപ്പ്. പിന്നെ അതിന്റെ രണ്ടാമത്തെ വരുന്ന ഫില്ലേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷേപ്പ്, ഫേസിന്റെ ഷേപ്പ് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഷേപ്പ് മാറ്റുന്ന സമയത്ത് അത് കുറച്ച് പ്രൊജക്ഷൻ കൊണ്ടുവരും. അപ്പൊ നമുക്ക് ചില ഭാഗങ്ങൾക്ക് പ്രൊജക്ഷൻ വേണ്ടി വരും. നമ്മൾ വയസ്സാവുന്ന സമയത്ത് നമ്മുടെ കണ്ണിന്റെ താഴെയുള്ള ആ പ്രൊജക്ഷൻ ഒക്കെ പോയി അതെല്ലാം ആ കൊഴുപ്പെല്ലാം നടുഭാഗത്തോട്ട് വന്ന് ഇവിടെ ഫോൾഡ് വരാം. നേസോലേബിയൽ ഫോൾഡ് എന്നാണ് അതിന് പറയുന്നത്. അത് റിസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വീണ്ടും പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് അത് വീണ്ടും മുകളിലോട്ട് കയറി പോവാറുണ്ട്. അതിനാണ് നമ്മൾ ആ ഒരു ഷേപ്പ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. രണ്ടാമത്തത് ചിലപ്പോൾ മൂക്കിനൊക്കെ ചെറിയ വളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതുമെല്ലാം നമുക്ക് ഷേപ്പ് കറക്റ്റ് ചെയ്യാൻ പറ്റും.
മൂന്നാമത്തെ ഏരിയ എന്ന് വെച്ചാൽ ജോലൈൻ ആണ്. ജോലൈൻ കറക്ഷൻ. ജോലൈൻ ചിലപ്പോൾ ചില ആൾക്കാരെ നമ്മൾ മെഷർമെന്റ്സ് എടുക്കുന്ന സമയത്ത് അവരുടെ ഈ ഫേസ് കുറച്ച് വണ്ണം റൗണ്ട് ഫേസ് ആയിരിക്കും. അതിന് നമുക്ക് എങ്ങനെയാണെങ്കിൽ കുറച്ച് ഓവൽ ഫേസ് ആക്കി മാറ്റാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇന്നത്തെ സാധനങ്ങൾ ചെയ്യാൻ വേണ്ടി. പക്ഷെ ഫില്ലേഴ്സ് വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് അതൊക്കെ ചെയ്യാൻ പറ്റും. കാര്യം എന്ന് വെച്ചാൽ ഫില്ലേഴ്സ് കീഴ്ഭാഗത്ത് വയ്ക്കുമ്പോഴേക്കും ആ മോർ ഓവോയിഡ് ആയിട്ടുള്ള ഷേപ്പായി മാറും. വയസ്സാവുന്ന സമയത്ത് കുറച്ച് താഴ്ത്തോട്ട് ഈ കൊഴുപ്പ് താഴ്ത്തോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഒക്കെ ആ ഒരു മേളിലോട്ട് നിൽക്കും, ഇവിടെ കുറച്ച് താഴ്ത്തോട്ട് നിൽക്കും. അതിനെല്ലാം നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറെ കൂടി ഫേസ് സ്ലിമ്മർ ആക്കി കൊണ്ടുവരാൻ പറ്റുന്നതാണ്. അങ്ങനെ ഫില്ലേഴ്സും ബോട്ടോക്സും ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സാധാരണ നമുക്കിത് ഫേസ് ലിഫ്റ്റ് ആയിട്ടാണ് നമ്മൾ സാധാരണ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ ഫേസ് ലിഫ്റ്റിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിന്റെ 80% വീക്കം പോകാൻ വേണ്ടിയിട്ട് 3 ആഴ്ച എടുക്കും. വേറെ ഫില്ലേഴ്സ് ആകുമ്പോൾ 1-2 ദിവസം കൊണ്ട് ആ ഫൈനൽ അപ്പിയറൻസ് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് അടുത്ത 1-2 വർഷത്തേക്ക് നമുക്ക് വേറെ ഇഷ്യൂസ് ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും ഇത് ചെയ്യുക. എസ്പെഷ്യലി നമുക്ക് ഒരു പ്രോഗ്രാം വരുന്നുണ്ട്, വീട്ടിൽ കല്യാണം വരുന്നുണ്ട്, മക്കളുടെ കല്യാണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുറെ കൂടി ഇമ്പ്രൂവ് നമ്മൾ ഇത് വരണം. അപ്പൊ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കരിയറിന് വേണ്ടിയിട്ടും അപ്പിയറൻസിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ടോക്സിൻസും ഫില്ലേഴ്സും നമുക്ക് യൂസ് ചെയ്തിട്ട് വളരെ മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ പറ്റും. ബിസൈഡ്സ് ബ്യൂട്ടിഫിക്കേഷൻ നമുക്ക് ഇത് വേറെ പല യൂസസിനും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. തലവേദനയ്ക്കും നമ്മുടെ വേർപ്പിന് നിർത്താൻ വേണ്ടിയിട്ടും ചില ആൾക്കാരുടെ ഈ മസിൽസ് സൈസ് കൂടുതലായിരിക്കും, അതിനെ ചൊട്ടിപ്പിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടും അങ്ങനെ വേറെ പല യൂസസ് ഉണ്ട്. അത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം.